Hello, good morning children. Aha, good morning parayundallo ellarum. How are you? Fine? Yes, I am also fine. Thank you. നല്ല മക്കളാണ്. എല്ലാവരും പഠിച്ചു തുടങ്ങിയില്ലേ? സൂപ്പർ. അപ്പം എല്ലാവരും ബുക്കൊക്കെ വായിച്ചു, പഠിച്ചു, അടിപൊളിയായി. What we studied in the last class? Yes, B. We study B, alphabet B. Some words ആണല്ലേ പഠിച്ചത്? എല്ലാവരും അത് വായിച്ചു നോക്കിയോ? കുഞ്ഞു കുഞ്ഞു വാക്കുകളായിരുന്നു നമ്മൾ പറഞ്ഞത്. അത് ടീച്ചറുടെ മക്കളെല്ലാവരും പഠിച്ചോ? വായിച്ച് പഠിച്ചോ? ഓക്കെ, ഗുഡ്. എല്ലാവരും വായിച്ചു അല്ലേ? അപ്പം now we want to study how to write B. Capital letter B and small letter B. എങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ ബിയും സ്മോൾ ലെറ്റർ ബിയും എഴുതുക, അത് പഠിക്കണ്ടേ നമുക്ക്? ഓക്കെ, എല്ലാവരും എഴുതാൻ റെഡി ആയിട്ടാണോ നിൽക്കുന്നത്? ഓക്കെ, ടീച്ചറും റെഡിയാണ് എഴുതി പഠിപ്പിക്കാൻ. അപ്പോൾ നമുക്കിന്ന് ക്യാപിറ്റൽ ലെറ്റർ ബിയും സ്മോൾ ലെറ്റർ ബിയും എഴുതാൻ പഠിക്കാം. അപ്പോൾ ടീച്ചർ മക്കളെല്ലാവരും ഒന്ന് ആൽഫബറ്റ് ഒന്ന് ഉറക്കെ പറഞ്ഞേ കേൾക്കട്ടെ. യെസ്, ബി. ഉറക്കെ പറയൂ. ബി. ആ വേർഡ്സ് ഒന്ന് പറഞ്ഞു നോക്കൂ ടീച്ചർ മക്കള്, എല്ലാവരും കേൾക്കട്ടെ. ആ, പറയണ്ട്. ടീച്ചർ ഒന്ന് പറഞ്ഞു തരാം ഏതൊക്കെയാണെന്ന്. ബി ഫോർ ബോൾ, ബി ഫോർ ബാഗ്, ബി ഫോർ ബോയ്, ബി ഫോർ ബലൂൺ, ബി ഫോർ ബാറ്റ്. എല്ലാവരും പറയാം അല്ലേ ഈ വേർഡ്സ്? വെരി ഗുഡ്. പിന്നെ മക്കളെല്ലാവരും നോക്കിയോ? പുറത്ത് കാണുന്ന കുറേ സാധനങ്ങൾ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ഉണ്ട്. എല്ലാവരും കണ്ടു നോക്കിയിട്ടുണ്ടായിരുന്നോ? ആ, അതൊക്കെ ശ്രദ്ധിച്ചു അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് എന്താ പഠിക്കാൻ പോകുന്നത്? ഹൗ ടു റൈറ്റ് ബി. ക്യാപിറ്റൽ ലെറ്റർ ബിയും എഴുതണം, സ്മോൾ ലെറ്റർ ബിയും എഴുതണം. നൗ വി ആർ ഗോയിങ് ടു റൈറ്റ് ബി. ഹൗ ടു റൈറ്റ് ബി? Draw a standing line and two curves. പഠിച്ചില്ലേ? സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കാൻ പഠിച്ചു, കേർവ്സ് വരയ്ക്കാൻ പഠിച്ചു. അപ്പം അതുപോലെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? ബി എന്ന ആൽഫബറ്റ് എഴുതുന്നത്. ലിസൺ, സ്റ്റാൻഡിങ് ലൈൻ, ജോയിൻ ടു കേർവ്സ്. രണ്ട് കേർവുകൾ കൂടുമ്പോൾ എന്തായി? ബി എന്ന ആൽഫബറ്റായി. മക്കൾ ശരിക്കും ശ്രദ്ധിക്കൂ ബോർഡിൽ. സ്റ്റാൻഡിങ് ലൈൻ. എന്താണിത് വായിക്കുന്നത്? ബി, ക്യാപിറ്റൽ ലെറ്റർ ബി. പറഞ്ഞേ, ക്യാപിറ്റൽ ലെറ്റർ ബി. ക്യാപിറ്റൽ ലെറ്റർ ബി. എന്താണ് പറയുന്നത്? ഈ ആൽഫബറ്റ് എങ്ങനെയാണ് വായിക്കുക? ബി. എങ്ങനെ വായിക്കുന്നത്? ബി. പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ബി ആണ് ഏത്? ഈ കാണുന്നത്. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ ബി ഒന്ന് എഴുതി നോക്കിയാലോ? മക്കൾക്ക് അറിയാമെന്ന് ടീച്ചർ നോക്കട്ടെ. സ്മോൾ ലെറ്റർ ബി എഴുതാൻ വളരെ എളുപ്പമാണ്. ക്യാപിറ്റൽ ലെറ്റർ പഠിച്ചു കഴിയുമ്പോൾ സ്മോൾ ലെറ്റർ പഠിക്കാൻ വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് എഴുതുക? ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുന്നു, അവിടെ നിന്ന് കൈ എടുക്കാതെ തന്നെ ഒറ്റ കർവ്, അതാണെന്ത്? സ്മോൾ ലെറ്റർ ബി. ഒന്നുകൂടെ നോക്കൂ. ഒരു സ്റ്റാൻഡിങ് ലൈൻ, അതിൽ നിന്ന് കൈ എടുക്കാതെ ചെറിയൊരു കർവ്. അപ്പോൾ എന്ത് വന്നു? സ്മോൾ ലെറ്റർ ബി. ലിസൺ, വരച്ചോ? ഓക്കെ, അതുപോലെ മേലോട്ട് പോകുന്നു. എന്താണിത്? ഈ ആൽഫബറ്റ് ഏതാണ്? ബി ആണ്. എന്താ പറയുന്നത്? സ്മോൾ ലെറ്റർ ബി. ക്യാപിറ്റൽ ലെറ്റർ ബി ആൻഡ് സ്മോൾ ലെറ്റർ ബി. ഒന്ന് പറഞ്ഞേ മക്കളെല്ലാവരും. യെസ്, ഇതോ? വെരി ഗുഡ്. ക്യാപിറ്റൽ ലെറ്റർ ബി ആൻഡ് സ്മോൾ ലെറ്റർ ബി. പഠിച്ചു എല്ലാവരും എങ്ങനെയാണ് ബി വരയ്ക്കുക എന്നുള്ളത്? അറിയാം അല്ലേ? സ്റ്റാൻഡിങ് ലൈൻ വരച്ച് പഠിച്ചിട്ടുണ്ട്, കേർവ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബി നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, ടീച്ചറെ എങ്ങനെയാണ് ഇത് നമ്മൾ 4 ലൈനിൽ വരയ്ക്കാമെന്നൊന്ന് കാണിച്ചു തരട്ടെ. എങ്ങനെയാണ്
ക്യാപിറ്റൽ ലെറ്റർ ബിയും സ്മോൾ ലെറ്റർ ബിയും 4 ലൈനിൽ വരയ്ക്കാമെന്ന് ടീച്ചർ ഒന്ന് കാണിച്ചു തരാം. മക്കളൊന്ന് നോക്കണം. ടെക്സ്റ്റ് ബുക്കിനകത്ത് ചെയ്യാനുള്ള വർക്കാണ്. എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ 4 ലൈൻ വരച്ചു. അതിനകത്ത് എങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ ബി എഴുതുക? അതെ, ഫസ്റ്റ് 3 ലൈൻസിനുള്ളിലാണ് നമ്മൾ എന്ത് എഴുതുന്നത്? ക്യാപിറ്റൽ ലെറ്റർ ബി എഴുതുന്നത്. എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ബി. ഇനി എങ്ങനെയാണ് സ്മോൾ ലെറ്റർ ബി എഴുതുന്നത് നോക്കൂ മക്കള്. ചെറിയ ഒരു വര അതാ, അതേപോലെ ആ 3 ലൈൻസിനുള്ളിൽ എന്തും എഴുതി? സ്മോൾ ലെറ്റർ ബിയും എഴുതി. 4 ലൈനിൽ എഴുതാൻ പഠിച്ചോ? ടെക്സ്റ്റ് ബുക്കിനകത്ത് ചെയ്യണം എല്ലാവരും. ഒന്നും കൂടെ നോക്കൂ. ഡ്രോ എ ലൈൻ, ജോയിൻ 2 curves. ക്യാപിറ്റൽ ലെറ്റർ ബി. അടുത്തത് നോക്കൂ. യെസ്, സ്മോൾ ലെറ്റർ ബി. എങ്ങനെയാണ് എഴുതിയത്? 4 ലൈനിൻ്റെ അകത്താണ് ടീച്ചർ എന്ത് എഴുതി കാണിച്ചത്? ക്യാപിറ്റൽ ലെറ്റർ ബിയും സ്മോൾ ലെറ്റർ ബിയും. അപ്പം എല്ലാവരും പറയാൻ പഠിച്ചു ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി. ഓക്കെ, ഇനി ഈ ബി എന്ന ആൽഫബറ്റ് എല്ലാവരും എഴുതി പഠിച്ചല്ലോ. ടീച്ചർ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. കുറച്ച് ആൽഫബറ്റ്സ് ടീച്ചർ തരാം. അതിനകത്ത് നിന്ന് മക്കൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുമോ ക്യാപിറ്റൽ ലെറ്റർ ബിയും സ്മോൾ ലെറ്റർ ബിയും? ഒന്ന് ശ്രമിച്ചാലോ? എല്ലാവരും റെഡിയാണോ? ഓക്കെ, ഇപ്പം ടീച്ചർ ഇതാ ബോർഡിൽ എഴുതാണ് കുറേ ആൽഫബറ്റ്സ്. എന്താ വേണ്ടത് ടീച്ചർ? മക്കൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിനകത്ത് ക്യാപിറ്റൽ ലെറ്റർ ബി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ആരൊക്കെയോ പറയുന്നുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന്. എന്നാൽ ടീച്ചർ ഒന്ന് ചോദിച്ചു നോക്കട്ടെ, ഇത് ക്യാപിറ്റൽ ലെറ്റർ ബി ആണോ? അല്ല, ഇത് നമ്മൾ പഠിച്ചു. ഇത് ആരാണ്? ക്യാപിറ്റൽ ലെറ്റർ എ ആണ്. അത് പഠിച്ചതാണല്ലേ. ഇതാ ഇവിടെ കാണുന്നുണ്ട്. അതെന്താണ്? യെസ്, ഇത് ക്യാപിറ്റൽ ലെറ്റർ ബി ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സർക്കിൾ ചെയ്യൂ. എല്ലാവരും പെൻസിലെടുത്ത് ക്യാപിറ്റൽ ലെറ്റർ ബിക്ക് ഒന്ന് സർക്കിൾ ചെയ്യൂ. വെരി ഗുഡ്. ഇനി നമുക്ക് വീണ്ടും തിരയാം. ഓക്കെ, സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കാം ഇതിനകത്ത് ഇനി എവിടെയൊക്കെ ബി ഉണ്ടെന്നുള്ളത്. ഇത് ക്യാപിറ്റൽ ലെറ്റർ ബി ആണോ? അല്ല, ഇത് നമ്മൾ പഠിക്കാനിരിക്കുന്ന ഒരു ആൽഫബറ്റാണ്. ഇത് ഏതാണ്? സി ആണ്. വീണ്ടും നോക്കുന്നു, അടുത്തത് ഏതാണ്? യെസ്, വെരി ഗുഡ്. സർക്കിൾ ഇറ്റ്. എല്ലാവരും സർക്കിൾ ചെയ്തോ? അപ്പം ക്യാപിറ്റൽ ലെറ്റർ ബി വീണ്ടും കണ്ടുപിടിച്ചു നമ്മൾ. അടുത്ത നോക്കൂ. ആണോ? അല്ല, ഇതുപോലെ തോന്നുന്നുണ്ട്, പക്ഷെ അതെന്തല്ല? ക്യാപിറ്റൽ ലെറ്റർ ബി അല്ല. ഇത് നമുക്ക് പഠിക്കാനിരിക്കുന്ന ഒരു ആൽഫബറ്റാണ്. ഇത് ക്യാപിറ്റൽ ലെറ്റർ ബി ആണോ മക്കളെ? അല്ല അല്ലേ. ഇതും പഠിക്കണം, സി എന്ന ആൽഫബറ്റ്. ഇതേതാണ് ആൽഫബറ്റ്? ബി ആണോ? അല്ല, നമ്മൾ പഠിച്ച ക്യാപിറ്റൽ ലെറ്റർ എ ആണ്. വീണ്ടും തരയാം നമുക്ക്. എവിടെയുണ്ട് ക്യാപിറ്റൽ ലെറ്റർ ബി? ഇനി ഉണ്ടോ? ഇതാ കാണുന്നു ക്യാപിറ്റൽ ലെറ്റർ ബി. സർക്കിൾ ചെയ്യൂ. വെരി ഗുഡ്. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇനി ഇതിനകത്ത് ക്യാപിറ്റൽ ലെറ്റർ ബി ഉണ്ടോ? ഇല്ല. ഇവിടെ ഒന്നും എന്തില്ല? ക്യാപിറ്റൽ ലെറ്റർ ബി ഇല്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങൾ കണ്ടെത്തി സർക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു പ്രത്യേക കോളം ഉണ്ട്. എല്ലാവരും ഇതുപോലെ തിരഞ്ഞ് കണ്ടുപിടിക്കൂ. ബി എഴുതി പഠിക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനും വേഗം കഴിയും. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതേപോലെ സ്മോൾ ലെറ്റർ ബി കണ്ടെത്താൻ നോക്കുക. ടീച്ചർ വീണ്ടും കാണിച്ചു തരാം. എല്ലാവരും ബോർഡിൽ ശ്രദ്ധിക്കണേ. എല്ലാവരും ബോർഡിൽ നോക്കിക്കേ. ടീച്ചർ വീണ്ടും എന്ത് വരച്ചു? ഇതിനകത്ത് കുറേ ആൽഫബറ്റ് ഉണ്ട്, പക്ഷെ അതിൽ എന്താ നമുക്ക് കണ്ടെത്തേണ്ടത്? സ്മോൾ ലെറ്റർ ബി. ഏതാണ്? സ്മോൾ ലെറ്റർ ബി. നോക്കൂ മക്കളെ, ഇതാ ബി കാണുന്നു. സ്മോൾ ലെറ്റർ ആണോ? അല്ല, ഇത് നമ്മൾ പഠിച്ച ക്യാപിറ്റൽ ലെറ്റർ ബി ആണ്. അപ്പം നമുക്ക് ഏത് ബി ആണ് കണ്ടെത്തേണ്ടത്? സ്മോൾ ലെറ്റർ ബി. ഇതാ അടുത്ത ആൽഫബറ്റ് നോക്കൂ. യെസ്, കറക്റ്റ്. എന്താണ്? ഇത് സ്മോൾ ലെറ്റർ ബി ആണ്. നമുക്കൊന്ന് സർക്കിൾ ചെയ്യാം സ്മോൾ ലെറ്റർ ബീനെ. ഇനി വീണ്ടും തരൂ.
ആണോ? അല്ല. യെസ്. എന്താണ്? നമ്മളിതാ ഒരു വര വരച്ചിട്ട് ഇങ്ങനെ കേവ് വരച്ച് പഠിച്ചിട്ടില്ലായിരുന്നോ? അതാണ്. അപ്പോൾ അതിനെ സർക്കിൾ ചെയ്യൂ വേഗം. വെരി ഗുഡ്. ഇത് മക്കളെ സ്മോൾ ലെറ്റർ ബി ആണോ? അല്ല, സ്മോൾ ലെറ്റർ എ ആണ്. നമ്മൾ വരച്ച് പഠിച്ചതാണല്ലേ അത്. ഇതോ? അല്ല, ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ. യെസ്. എന്താണ്? സ്മോൾ ലെറ്റർ ബി. വീണ്ടും നമ്മളതിനെ സർക്കിൾ ചെയ്തു. അടുത്ത നോക്കൂ, സി ആണ്. അത് നമുക്ക് വേണ്ട. നമുക്ക് എന്താ വേണ്ടത്? ഒരു സ്മോൾ ലെറ്റർ ബിയും കൂടി ഇതിനകത്ത് കണ്ടെത്താനുണ്ട്. അടുത്ത എന്താണ്? ബി. വെരി ഗുഡ്. ദാ ടീച്ചർ അതിനെയും കൂടെ സർക്കിൾ ചെയ്തു. എല്ലാവരും ചെയ്തോ? ടെക്സ്റ്റ് ബുക്കിനകത്ത് എല്ലാവരും സർക്കിൾ ചെയ്തോ? ഓക്കെ, വെരി ഗുഡ്. അപ്പം എല്ലാവരും ബി എന്ന ആൽഫബറ്റ് എഴുതാൻ പഠിച്ചു. അതിനെ എവിടെ കണ്ടാലും മനസ്സിലാക്കാനും പഠിച്ചു. ഒരു ചെറിയ ചിത്രം വരച്ചു തരട്ടെ ടീച്ചർ ബി ഉപയോഗിച്ചിട്ട്? ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. വളരെ കുഞ്ഞൊരു പിക്ചറാണേ. നോക്കണേ മക്കളെല്ലാവരും. എന്താണ്? ആരാണ്? ഒരു കുഞ്ഞു റാബിറ്റ്. ഇങ്ങനെ വരയ്ക്കാൻ ശ്രമിച്ചു നോക്കൂ. അപ്പം നമുക്ക് ബി എന്ന ആൽഫബറ്റ് എഴുതുകയും ചെയ്യാം, ഒരു കുഞ്ഞു ചിത്രം വരയ്ക്കുകയും ചെയ്യാം. ഇതാരാണ്? ഒരു കുഞ്ഞു റാബിറ്റാണ്. റാബിറ്റ് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് മക്കളാ. അപ്പം നമ്മൾ പഠിച്ച ആൽഫബറ്റ് ഏതായിരുന്നു? ബി. ബി വെച്ചാണ് നമ്മൾ പിക്ചർ വരച്ചിരിക്കുന്നത്. അതേപോലെ ക്യാപിറ്റൽ ലെറ്റർ ബിയും സ്മോൾ ലെറ്റർ ബിയും. എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ബി ആൻഡ് സ്മോൾ ലെറ്റർ ബി. അപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് എല്ലാവരും ഇത് ചെയ്യേണ്ടതല്ലേ? ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് എടുക്കൂ. എന്നിട്ട് അതിനകത്ത് നമുക്ക് നോക്കാം ഏത് പേജിലാണ് നമ്മളിത് ചെയ്യേണ്ടതെന്നുള്ളത്. പേജ് നമ്പർ 15. പേജ് നമ്പർ 15 കണ്ടോ എല്ലാവരും? വിച്ച് ആൽഫബറ്റ് ഈസ് ദിസ്? ബി. ക്യാപിറ്റൽ ലെറ്റർ ബി ആൻഡ് സ്മോൾ ലെറ്റർ ബി. ബി ഫോർ നമ്മൾ പഠിച്ച വേർഡാണ് ബോൾ. ബി ഫോർ ബാറ്റ്. ഓക്കെ, ഇത് നമ്മളിവിടെ 4 ലൈനിനകത്ത് ഫുള്ള് എഴുതേണ്ടതാണ്. ടീച്ചർ ഇപ്പോൾ കാണിച്ചെന്ന പോലെ എല്ലാവരും ചെയ്യാൻ റെഡിയല്ലേ? ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാപിറ്റൽ ലെറ്റർ ബി എങ്ങനെയാണ് എഴുതുക എന്നുള്ളത്, അതേപോലെ സ്മോൾ ലെറ്റർ ബി എങ്ങനെയാണ് എഴുതുക എന്നുള്ളതും. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ 2 ആൽഫബറ്റും. ചെയ്യില്ലേ ടീച്ചർ മക്കളെ? ഓക്കെ, അതേപോലെ നോക്കൂ, സർക്കിൾ ദ ക്യാപിറ്റൽ ലെറ്റർ ബി ഇൻ ദിസ് ബോക്സ്. ഓക്കെ, ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ ബോക്സിൽ നിന്ന് എന്തെടുത്ത് ചെയ്യണം? ക്യാപിറ്റൽ ലെറ്റർ ബി കളക്ട് ചെയ്യണം. ഇതാ ടീച്ചർ ബോർഡിൽ കാണിച്ചു തന്നല്ലോ. ഇതാ ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് കളക്ട് ചെയ്യാൻ പറ്റും ക്യാപിറ്റൽ ലെറ്റർ ബി. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. എല്ലാവരും സർക്കിൾ ചെയ്യണം, മറക്കരുത്. അതേപോലെ നോക്കൂ, സർക്കിൾ ദ സ്മോൾ ലെറ്റർ ബി ഇൻ ദ ബോക്സ്. ഇവിടെ എന്ത് മാത്രമാണ് നമ്മൾ സർക്കിൾ ചെയ്യേണ്ടത്? സ്മോൾ ലെറ്റർ ബി മാത്രമാണ് സർക്കിൾ ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാവരും ഈ വർക്ക് ചെയ്യുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഒരു ആൽഫബറ്റ്, അതിൻ്റെ വേർഡ്സ് ഒക്കെ പഠിക്കണം. ടീച്ചറുടെ മക്കളെല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ വർക്ക് ഫിനിഷ് ചെയ്തിട്ട് വെക്കുക. ഓക്കെ, നല്ല മക്കളായിട്ട് എല്ലാവരും ചെയ്യുക. ബൈ ബൈ, സി യു നെക്സ്റ്റ് ക്ലാസ്. Trace over the letter and write B. This is big B. This is small b. Circle the capital letter B in the box. Circle the small letter b in the box.